ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു സിമ്പിൾ ഫോമിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് പോലെയാണെന്ന് പറയാം. കാരണം അത് നമ്മുടെ സോളിൻ്റെ ഈ ജന്മത്തിൽ ഇതുവരെ പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ലാതെ നമ്മളുടെ അമ്മയുടെ വൂമ്പിലിരിക്കുമ്പോൾ അമ്മയുടെ ഇമോഷൻസ് ത്രൂ കണക്റ്റായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി കാണും. ഇതുകൂടാതെ നമ്മളുടെ പാസ്റ്റ് ലൈഫ്സ്, അതായത് നമ്മളുടെ സോൾ പാസ്റ്റ് ലൈഫ്സിൽ എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ ആ ജന്മങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡഡ് ആയിരിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ആലോചിച്ചിട്ട് നമ്മുടെ സോളിന് എന്താണ് വേണ്ടത്, റൈറ്റ് തിങ് എന്താണെന്ന് ഗൈഡ് ചെയ്യാനുള്ള ഒരു കെൽപ്പില്ല. നമ്മൾ എന്താണോ ആലോചിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്നത് അത് മാത്രം ഫോളോ ചെയ്യാനേ അതിന് പറ്റുകയുള്ളൂ. അതായത് നമ്മുടെ തോട്ട് പാറ്റേണിലൂടെ നമ്മൾ കൊടുക്കുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനെ അതേപടി എടുത്തിട്ട് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലായ്പ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊരു ഉദാഹരണം, സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. മേ ബി ഒരു 1.5 2 years അവരൊരു റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ അവിടെ ബ്രേക്കപ്പായി. കാരണം എന്തും ആയിക്കോട്ടെ, അവർ രണ്ടുപേരും മൂവ് ഓൺ ആയി. ഈ ആൺകുട്ടി വന്നിട്ട് അതർ റിലേഷൻഷിപ്സിൽ പോവും. ഈ പെൺകുട്ടി വന്നിട്ട് കുറച്ച് നാൾ കാമായിട്ടിരുന്ന് പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ ഓൾറെഡി രണ്ടുപേരുടെയും മൈൻഡിൽ, അതായത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻസ് കിടക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ 2 വർഷത്തിൽ ഉണ്ടായ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഒക്കെ കിടക്കുകയാണ്. അത് ക്യാരി ചെയ്തുകൊണ്ടാണ് ഇവർ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ അട്രാക്റ്റ് ചെയ്യുന്നതും സെയിം റിലേഷൻഷിപ്പ് ആയിരിക്കും, സിമിലർ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് പേരുകൾ മാറുന്നു, ആൾക്കാർ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുന്ന ലൂപ്സ് അത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എന്താണെന്നറിയില്ല, എൻ്റെ ലൈഫിൽ സിമിലർ കൈൻഡ് ഓഫ് തിങ്സ് ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇനിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡിനോട് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന് ആപ്പിൾ എന്നറിയാം, പക്ഷേ ആപ്പിൾ റെഡ് കളറാണോ യെല്ലോ കളറാണോ, അതിൽ ഏത് വെറൈറ്റി ആപ്പിളാണ്, അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ ആണോ എന്ന് പോലും അതിനറിയില്ല. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മൾ കൊടുക്കുന്ന നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നമ്മൾ എത്രമാത്രം അവെയർ ആയിരിക്കണമെന്നുള്ളതാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിങ്ങിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഹീലിംഗ് ട്രിക്സ് എന്താണ്, അല്ലെങ്കിൽ ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. പലപ്പോഴും നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ വളരെ ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു സ്ട്രക്ചേർഡ് വേയിൽ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ പല ദിവസങ്ങൾ ഒരു പ്ലാൻഡ് അല്ലാത്ത ദിവസങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാതിരിക്കുക. ഇടയ്ക്കൊക്കെ നമ്മൾക്കായിട്ട് മാറ്റിവെക്കുക ആ ദിവസങ്ങൾ. ഇങ്ങനെ പ്ലാൻ ചെയ്യാത്ത ദിവസങ്ങളിൽ നമ്മളുടെ തോട്ട്സിനെ വാച്ച് ചെയ്യുക എല്ലായ്പ്പോഴും. അത് നെഗറ്റീവ് പാറ്റേണിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലാണോ നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾക്കായിട്ട് നമ്മളെ ബിസിയാക്കുക. അതായത് വേറെ ആക്ടിവിറ്റീസ് അല്ല, നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചൊന്ന് ബിസി ആയിട്ട് നമ്മളുടെ ക്രിയേറ്റീവ് സൈഡിൽ ശ്രദ്ധിക്കുക. ഏതെങ്കിലും റിലാക്സിങ് മ്യൂസിക് പ്ലേ ചെയ്യാം. ഈ സമയത്തൊക്കെയും മെഡിറ്റേഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിങ്ങിൻ്റെ മെഡിറ്റേഷൻസ് ട്രൈ ചെയ്യാം. ഇതല്ലാതെ ലൈറ്റ് മ്യൂസിക് കേൾക്കുന്നതും കോൺസ്റ്റൻ്റായിട്ട് ഒരു 21 days, 1 മാസമൊക്കെ കേൾക്കുന്നത് നമ്മൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ
സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് ഹീലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അഫർമേഷൻസ് തന്നെയാണ്. അഫർമേഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചെന്നുള്ളത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിങ്ങിനായിട്ടുള്ള ഏറ്റവും നല്ല അഫർമേഷൻസുകളിൽ 2 എണ്ണമാണ് ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം കോൺഫിഡൻറ്റ്. എന്നാൽ പലരും അഫർമേഷൻസ് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്നും ഉപയോഗിച്ചിട്ടും അത് അവർക്ക് ഹെൽപ്ഫുൾ ആവാത്തതിൻ്റെ കാരണം അത് ജസ്റ്റ് വാക്കുകളായിട്ട് പറയുന്നത് കൊണ്ടാണ്. അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുക. ആ പറയുന്ന കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുക. പറയുമ്പോൾ ഫീലിങ്ങോടെ പറയുക. ഫോർ എക്സാമ്പിൾ, ഐ ആം ഹാപ്പിയിൽ ഐ ആം എന്ന് പറയുമ്പോൾ നമ്മളെ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഹാപ്പി എന്ന് പറയുമ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു ഇമോഷനെ ഫീൽ ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യത്തെ ഫീൽ ചെയ്യുക. കാരണം നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് നമ്മളുടെ ഇമോഷൻസ്. ആൻഡ് നമ്മളുടെ ഇമോഷൻസ് ആണ് നമ്മളുടെ എനർജി. ആ എനർജിയാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ എന്തൊക്കെയോ പെയിൻ വെച്ചുകൊണ്ട് ഐ ആം ഹാപ്പി എന്ന് പുറമേ പറഞ്ഞിട്ട് ഞാൻ അഫർമേഷൻസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് യൂസ്ഫുൾ അല്ല. സോ ഈ അഫർമേഷൻ എന്നല്ല, ഏതൊരു അഫർമേഷനും നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഫീലായി ആ ഇമോഷൻസ് പോസിറ്റീവായിട്ട് യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. അപ്പോൾ മാത്രമേ നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയോട് മാച്ച് ആവാനും നമ്മളുടെ ലൈഫിൽ മിറക്കിൾസ് സംഭവിക്കുന്നത് കാണാനും സാധിക്കുകയുള്ളൂ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട് അല്ലെങ്കിൽ റേഖി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.